സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ വിജയമുറപ്പിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ ഭരണഘടനയാണ്. നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാനുമുള്ളതാണ്. അതിനാണ് അഭിഭാഷകൻ, അല്ലേ? ലോക ചരിത്രത്തിലെ എല്ലാ ഗവൺമെന്റുകളും എല്ലായ്പ്പോഴും നിയമം അനുശാസിക്കുന്ന അധികാരികളെ ആശ്രയിക്കുന്നു. പൗരന്മാരെ സംരക്ഷിക്കാൻ അഭിഭാഷകരുമുണ്ട്. അതാണ് ഒരേയൊരു പ്രത്യയശാസ്ത്രം. അതിൽ രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒരിക്കലും കൊണ്ടുവന്നിട്ടുമില്ല. അത് സംഭവിക്കില്ല എന്നുറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5 പേർ തമ്മിലുള്ള മത്സരം. രണ്ടാമതെത്തിയ പ്രദീപ് റായ്ക്ക് ലഭിച്ചത് 689 വോട്ടുകൾ. നിലവിലെ പ്രസിഡന്റ് അതീഷ് ശ്രീ അഗർവാലയ്ക്ക് 296 വോട്ടുകളും. വോട്ടർ പട്ടികയിലെ 2850 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 2330 അഭിഭാഷകർ വോട്ട് ചെയ്തതിൽ കപിൽ സിബൽ നേടിയത് 1066 വോട്ടുകൾ. ഇന്ന് വാഴ്ത്തുകളും വിമർശനങ്ങളും ഒരുപോലെ ഉയരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരേയൊരു ചോദ്യം: ആരാണ് കപിൽ സിബൽ? ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിമത നേതാക്കളിൽ പ്രധാനി, പിന്നീട് സമാജ്വാദി പാർട്ടിയിലൂടെ രാജ്യസഭയിലേക്ക്. രാഷ്ട്രീയ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒരു തുറന്ന പുസ്തകമാക്കിയ കപിൽ സിബൽ എന്ന അതികായനായ രാഷ്ട്രീയ നേതാവ്. ഓരോ നേട്ടവും തോൽവിയും ചരിത്രമാണ്. കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഓർമ്മപ്പെടുത്തലും. അഭിഭാഷകൻ, രാഷ്ട്രീയക്കാരൻ, കവി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രി. 1989-90 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്നു കപിൽ സിബൽ. 1994 പാർലമെന്റിൽ ഹാജരായ ഒരേയൊരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ഇംപീച്ച്മെന്റ് നടപടികളിൽ സുപ്രീം കോടതി ജഡ്ജിയെ വിജയകരമായി പ്രതിരോധിച്ചു. 1995-നും 2002-നും ഇടയിൽ അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി 3 തവണ സേവനമനുഷ്ഠിച്ചു. സർക്കാരിനെതിരെ വ്യക്തിപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം സ്വയം പ്രശസ്തി നേടിയിട്ടുണ്ട്. 2006-ൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഓഷ്യൻ ഡെവലപ്മെന്റ് എന്നീ വകുപ്പുകൾ ഏറ്റെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആദ്യ ക്യാബിനറ്റ് തലത്തിലുള്ള നിയമനം. 2009-ൽ അദ്ദേഹം മാനവ വിഭവശേഷി വികസന മന്ത്രിയായി. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനും തുടർച്ചയായ സമഗ്രമായ മൂല്യനിർണ്ണയത്തിനും സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു നിയമം പാർലമെന്റിൽ പാസാക്കി. 2011-ൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയായി കപിൽ സിബലിനെ നിയമിച്ചു. 2012 അവസാനത്തോടെ മാനവ വിഭവശേഷി വികസന ഘടകം ഉപേക്ഷിക്കുന്നതുവരെ ആ ഇരട്ട വേഷത്തിൽ അദ്ദേഹം തുടർന്നു. ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ അഭിഭാഷകനായി മാറിയ കപിൽ സിബൽ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു. 1993 സുപ്രീം കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ ചരിത്രപരമായ ഇംപീച്ച്മെന്റ് നടപടികളിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനുള്ള പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക അഭിഭാഷകനാണ് അദ്ദേഹം. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ നയിക്കാൻ ശ്രമിച്ചു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് IT മന്ത്രാലയങ്ങളുടെ ഇരട്ട ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. 2010-ൽ അദ്ദേഹത്തിന്റെ അഭിനിവേശത്തിനും അശ്രാന്ത പരിശ്രമത്തിനും US-ലെ ന്യൂയോർക്കിൽ വെച്ച് സ്റ്റീഫൻ P. ഡഗൻ അവാർഡും ന്യൂഡൽഹിയിൽ ET ബിസിനസ് റിഫോമർ ഓഫ് ദ ഇയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയായിരിക്കെ 2004 ഫെബ്രുവരിയിൽ അദ്ദേഹം അന്റാർട്ടിക്കയിലെ മൈത്രി എന്ന ഇന്ത്യൻ സ്റ്റേഷൻ സന്ദർശിച്ച ആദ്യത്തെ പാർലമെന്റ് അംഗമായി മാറി. ആർട്ടിക് മേഖലയിൽ ആദ്യത്തെ ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനായിരുന്നു. 1998 മുതൽ പാർലമെന്റ് അംഗമായ കപിൽ സിബൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2004-ലും 2009-ലും തുടർച്ചയായി 2 തവണ ചാന്ദിനി ചൗക്കിയിലെ ലോക്സഭാ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. 1995 മുതൽ 96 വരെ, 1997 മുതൽ 98 വരെ, 2001 മുതൽ 2002 വരെ UPA സർക്കാർ കേന്ദ്രമന്ത്രിയാകുന്നതിന് മുൻപത്തെ കാലയളവിൽ കപിൽ സിബൽ SSCBI പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അഭിഭാഷകനായി 50 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കപിൽ സിബൽ ഇത് 4ാം തവണയാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിന്റെ നിയമമന്ത്രിയായിരുന്നു സിബൽ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിഷ്ക്രിയത്വം ചൂണ്ടിക്കാട്ടി രൂപപ്പെട്ട G23 നേതാക്കളുടെ കൂട്ടായ്മയിൽ പ്രമുഖനായിരുന്നു കപിൽ സിബൽ. വളരെ അസ്ഥിരമായ രാഷ്ട്രീയ കേസുകൾ കോടതി മുറികളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഈ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോടതി മുറിയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരില്ലെന്ന് ഉറപ്പാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരമൊരു ഔദ്യോഗിക ചുമതലയിൽ പ്രവേശിക്കും മുൻപേ മെയ് 14-ാം തീയതി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ
ഉത്തരവാദിത്തോടെ അദ്ദേഹം അത് നിറവേറ്റുമെന്ന് മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു.